പഹൽഗാം അറ്റാക്കിന് ശേഷം വ്യോമാതിർത്തി കംപ്ലീറ്റ്ലി അടച്ചതോടെ ഇന്ത്യൻ എയർലൈൻസിന് വൻ നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ റീറൂട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഏകദേശം 7,000 കോടി രൂപ നഷ്ടമാവും അല്ലെങ്കിൽ അമിത ചിലവാണെന്നാണ് പറയുന്നത്. എയർ ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഒരു വർഷം ഇങ്ങനെ റീറൂട്ട് ചെയ്തിട്ട് പോകുന്നെങ്കിൽ അവർക്ക് ഏകദേശം $650 മില്യൺ വരെ നഷ്ടം സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ അമിത ചെലവ് വേണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഗവൺമെൻറ് ഓൾറെഡി സബ്സിഡി മോഡലായിട്ട് നമുക്ക് സഹായിക്കണം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് നിലവിൽ ഒരുപാട് ക്രൈസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കര കയറുന്ന ഒരു അവസ്ഥയിലാണ് എയർ ഇന്ത്യ ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അത് ബാധിക്കും. അതേപോലെ തന്നെ 1000 ഫ്ലൈറ്റ്സ് ഓൾറെഡി ക്യാൻസൽ ചെയ്തിട്ടും റീറൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് നിലവിൽ. ഇൻഡിഗോ $150 മില്യൺ പ്ലസ് അവർക്ക് നഷ്ടം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വരും എന്നാണ് അവരും പറയുന്നത്. ഇതെല്ലാം US ഡോളേഴ്സിലാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ USA പോകുന്ന ഫ്ലൈറ്റ്സൊക്കെ റീഫില്ലിംഗ് വേണ്ടി പല സ്ഥലത്തും നിർത്തിയിട്ട് പോകുന്ന ഒരു അവസ്ഥയിലൊക്കെയാണല്ലോ. അത് ഒരുപാട് എക്സ്ട്രാ കോസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ആൾക്കാർക്ക് അമിത ഫ്ലൈറ്റ് ഫെയർസൊക്കെയാണ് വരുന്നത്. ഏതായാലും അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇതിലൂടെ വൻ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു വലിയ ഇൻകമാണ് അവർ ഇല്ലാതാക്കിയത്.